അഴിമതി കേസിൽ CBI അന്വേഷണം നേരിടുന്ന കസ്റ്റംസ് പ്രിവന്റീവ് സൂപ്രണ്ട് പ്രമോദ് കുമാർ സവിതയ്ക്കെതിരെ ആഭ്യന്തര അന്വേഷണവും കസ്റ്റംസ് പ്രിവന്റീവ് വിജിലൻസ് വിഭാഗമാണ് അന്വേഷണം നടത്തുന്നത്. അന്വേഷണം പൂർത്തിയാക്കി ചീഫ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകും. കേസിൽ കൊച്ചി കസ്റ്റംസ് പ്രിവന്റീവ് ഓഫീസിലും പ്രമോദിന്റെ വീട്ടിലും CBI അടുത്തിടെ റെയ്ഡ് നടത്തിയിരുന്നു. ജിജീഷ് കരുണാകരൻ വിശദാംശങ്ങൾ നൽകാൻ കൊച്ചിയിൽ തയ്യാറാണ്. ജിജീഷ്, ഗുഡ് മോർണിംഗ്. ഈ കേസിൽ CBIയുടെ അന്വേഷണം അടുത്തിടെ ദ്രുതഗതിയിൽ നടക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഈ പശ്ചാത്തലത്തിലാണോ ആഭ്യന്തര അന്വേഷണം കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഗുഡ് മോർണിംഗ് ഗൗതം. ശരി, ഇവിടെ വിശദമായൊരു അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഇക്കാര്യത്തിൽ CBI മുന്നോട്ട് പോകുന്നത്. കാരണം ഈ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ അന്വേഷണം ആരംഭിച്ചിരുന്നു. വിവിധ കേസുകളിൽ അത്തരത്തിലുള്ള ഒരു അന്വേഷണത്തിൻ്റെ തുടർച്ചയായിട്ടാണ് പ്രമോദ് കുമാർ സവിതയിലേക്ക് അന്വേഷണം എത്തിയതും കൃത്യമായി തന്നെ വിവരങ്ങൾ ശേഖരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു നിലവിൽ റെയ്ഡ് പരിശോധന നടക്കുന്നത് ഭൂമി കുംഭകോണവുമായി ബന്ധപ്പെട്ടാണ്. വലിയ ഭൂമി ഇടപാട്, അനധികൃത ഭൂമി ഇടപാട് നടന്നു എന്നതിൻ്റെ പരാതികൾ CBIക്ക് ലഭിക്കുന്നു. CBI ഇതുമായി ബന്ധപ്പെട്ട് പരിശോധനകൾ നടത്തി. തുടർന്നാണ് കസ്റ്റംസിൻ്റെ ഓഫീസിൽ തന്നെ, പ്രിവന്റീവ് ഓഫീസിൽ തന്നെ കയറിയുള്ള ഒരു പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ തുടർ നടപടികൾ അന്വേഷണ സംഘം ശക്തമാക്കിയിരിക്കുന്നത്. ഒന്ന്, പ്രമോദ് കുമാർ സവിതയെ ചോദ്യം ചെയ്യുക എന്നൊരു ഘട്ടമുണ്ട്. അതിനിടയിലാണ് ആഭ്യന്തര അന്വേഷണം ഇപ്പോൾ ശക്തമാക്കിയിരിക്കുന്നത്. നിലവിൽ കസ്റ്റംസിൻ്റെ തന്നെ, കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിൻ്റെ തന്നെ വിജിലൻസ് വിങ് ആണ് അന്വേഷണം നടത്തുന്നത്, ആഭ്യന്തര അന്വേഷണം നടത്തുന്നത്. ഈ ഉദ്യോഗസ്ഥനെതിരായ ഉയർന്നിരിക്കുന്ന ആരോപണങ്ങൾ, അതുമായി ബന്ധപ്പെട്ട് CBI നടത്തിയിട്ടുള്ള കേസിൻ്റെ ഇതുവരെയുള്ള വിശദാംശങ്ങൾ അടക്കമുള്ള കാര്യങ്ങളാണ് ഈ ആഭ്യന്തര റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മാത്രമല്ല, നേരത്തെ തന്നെ ഒരു ദുരൂഹമായ പശ്ചാത്തലങ്ങൾ അല്ലെങ്കിൽ നിരവധി ആരോപണങ്ങളുടെ നിഴലിലുണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് പ്രമോദ് കുമാർ സവിത എന്ന് പറയുന്നത്. കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നേരത്തെ നടന്നിട്ടുള്ള സ്വർണ്ണക്കടത്ത് കേസിന് ഒത്താശ ചെയ്തു എന്ന വലിയ ആരോപണം, വിമർശനമെല്ലാം തന്നെ നേരിട്ടു എന്ന് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ചില തെളിവുകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അച്ചടക്ക നടപടിക്ക്, കസ്റ്റംസിൽ തന്നെ അച്ചടക്ക നടപടിക്ക് വിധേയമായിട്ടുള്ള ഉദ്യോഗസ്ഥനാണ്. നേരത്തെ സസ്പെൻഷൻ അടക്കമുള്ള നടപടികൾ നേരിട്ടിരുന്നു. പിന്നീടാണ് അതിനുശേഷം പ്രിവന്റീവ് ഓഫീസിലേക്ക് വരുന്നത്. ഈ പ്രിവന്റീവ് ഓഫീസിൽ വെച്ചാണ് ഈ വിശദമായ റെയ്ഡിലേക്ക് അന്വേഷണ സംഘം CBI കടക്കുന്നത്. ഈ ബാഗ് തുറന്നും ഈ ഓഫീസർ ഇരിക്കുന്ന ഓഫീസ് റൂമിൻ്റെ പ്രധാനപ്പെട്ട കമ്പ്യൂട്ടറുകൾ, ലാപ്ടോപ്പുകൾ, ഷോക്കേസുകൾ അടക്കം തുറന്നു പരിശോധിച്ചുകൊണ്ട് രേഖകൾ എടുത്തിരുന്നു. ഡിജിറ്റൽ തെളിവുകളുടെ പകർപ്പുകൾ അന്വേഷണ സംഘം എടുത്തിരുന്നു. അങ്ങനെ അതിൻ്റെ എല്ലാം പരിശോധനകൾ ഒരു വശത്ത് നടക്കുമ്പോൾ തന്നെയാണ് ആഭ്യന്തര അന്വേഷണം. സാധാരണഗതിയിൽ ഉദ്യോഗസ്ഥർക്കെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, അഴിമതി ആരോപണങ്ങൾ, മറ്റ് അന്വേഷണ ഏജൻസികളുടെ അന്വേഷണങ്ങളെല്ലാം തന്നെ നടക്കുന്ന ഘട്ടത്തിൽ കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗത്തിലടക്കം ആഭ്യന്തര അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് ഉന്നത ഉദ്യോഗസ്ഥർക്ക്, ചീഫ് കമ്മീഷണർക്ക് അടക്കം നൽകാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ ഈ പ്രമോദ് കുമാർ സവിതയ്ക്കെതിരെ വിശദമായ അന്വേഷണം നടത്തുന്നത്. മാത്രമല്ല, കസ്റ്റംസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് അനുസരിച്ച് മറ്റ് ചില ഉദ്യോഗസ്ഥർക്കെതിരെ കൂടി ഇത്തരത്തിൽ ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ട്. മറ്റു ചില കേസുകളുമായി ബന്ധപ്പെട്ടും പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലും, അഴിമതി ആരോപണങ്ങൾ, അഴിമതിയുമായി ബന്ധപ്പെട്ട പരാതികൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത്തരം നടപടികൾ എന്നുകൂടിയാണ് വ്യക്തമാകുന്നത്. വിവരങ്ങൾ വ്യക്തമാണ്. ജിജീഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. എന്തായാലും അഴിമതി കേസിൽ CBI അന്വേഷണം നേരിടുന്ന കസ്റ്റംസ് പ്രിവന്റീവ് സൂപ്രണ്ട് പ്രമോദ് കുമാർ സവിതയ്ക്കെതിരെ ആഭ്യന്തര അന്വേഷണം ഉണ്ടാകുമെന്നുള്ള വിവരമാണ് നമുക്കപ്പോൾ ജിജീഷ് കരുണാകരൻ പങ്കുവച്ചതിൽ നിന്നും മനസ്സിലാകുന്നത്.